അസ്സലാമലൈക്കും. എന്താ വർത്താനം? സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും? ഹോസ്പിറ്റലും പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ യാത്ര പോവാണ്. യാത്ര എന്ന് പറഞ്ഞാൽ വേറൊരു കൊല്ലട്ടെ, ഞാൻ മാത്രമേ ഉള്ളൂ ഇല്ലേ, ഓളെ കൊണ്ടുപോകണമെന്നില്ല. ഓളെ കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നം കൂടുതലും ഒന്ന് ജസിയെ ഇതുണ്ടാകുമ്പോഴാണ് പ്രശ്നം കൂടുതൽ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ യാത്ര ചെയ്യുമ്പോഴാണ് പ്രശ്നം കൂടുതൽ ഉണ്ടാകുക തോന്നുന്നു. എന്തായാലും പിന്നെ ഞാനും ജസി പിന്നെ ഇനി കുറച്ച് കാലത്തിന് വീഡിയോയിൽ ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് പോണത് മക്ക മദീന ഉൾപ്പെടുത്തുക. അപ്പോ എന്നുവെച്ചാ കുട്ടിക്ക് ഇതിന് സുഖമല്ല, ഇതിന് തന്നെ പനിച്ചോടാസായി കണ്ടാണ് ഈ കുത്തിക്കുന്നത്. പെരും ചൂട്. ഇങ്ങോട്ട് പറയും കുട്ടി പറയണം ഇപ്പച്ചി പോയാൽ ഞങ്ങൾക്ക് ആരാണ്, ഇപ്പച്ചി പോണ്ട 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 അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് എന്താ തീർച്ചയാത്ത അങ്ങനെ പറഞ്ഞിട്ട് അതിന് പനിയാണ്, നല്ല പനിയാണ് പൊന്നാര മക്കളെ. അപ്പോൾ 6 മണിക്ക് 8:30 ഫ്ലൈറ്റ്. സുബൈസ്കാരൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ബാക്കി ലോഞ്ചിൽ നിന്നല്ല തീറ്റ. നേരെ നിപ്പാനോടത്ത് യാത്ര ആവാണ്ട് സലാം പറഞ്ഞാണ്ട് ഒറ്റ പോക്ക് ഇൻഷാ അല്ലാഹ്. ആശിയും റിച്ചും കൊണ്ടേക്കി തരാറുണ്ട്. പിന്നെ ജെസിക്ക് ഞാൻ ഇവിടെ ഒരാളവിടെ നിർത്തിയാണ്ടാണ് പോണത്. ആളുണ്ട് ഇവിടെ, പേടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? 2 കൊല്ലത്തിന് ശേഷമല്ലേ നമ്മളിങ്ങനെ പിരിഞ്ഞു പോണത് അല്ലേ? ഇതുവരെ ഇല്ലല്ലോ 2 കൊല്ലമായിട്ട്. അല്ല പോവാ 1-2 ദിവസത്തിനൊക്കെ പോകുന്നല്ലാതെ അല്ലേ? കുറച്ച് ലോങ്ങാണ്. ചോടാ ചെയ്യിക്കണ കുട്ടിക്ക് അല്ലേ? എടി നല്ല ചൂടുണ്ട് കേട്ടോ, വേഗം കൊണ്ടോട്ടോ. നല്ല ചൂടാണ് ഇഞ്ച കുട്ടിക്ക്. ഒരു മരിക്കാന്. അസ്സലാമലൈക്കും. ഇല്ല കണ്ടിട്ടില്ല. അതിനെ വിളിച്ചൊരു മതി ഉറങ്ങല്ലേ? വിളിച്ചുണ്ടോ? ഞാൻ വല്ല ഉള്ളിൽ കൂടി പോയിക്കൊണ്ട് അതാ കാരണം നല്ലത്. പോവാ പോവാണ്, ഞാൻ പോവുകയാണെന്നടി. ഞാൻ ഉറക്കം സുയിപ്പാക്കാൻ പറ്റൂല അതിങ്ങനെ കരുതി നിൽക്കുക. ഒന്നും വേണ്ടേ? പറയാം കേട്ടോ. അസ്സലാമലൈക്കും. അങ്ങനെ പെരീന്ന് ഇറങ്ങി പനൊക്കെ കണ്ട് സലാം പറഞ്ഞ് റാഹത്തായിട്ട് ഞമ്മൾക്ക് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കൊണ്ടോട്ടി എത്തി. ആശി ബാക്കിലെല്ലാം ഉറക്കാട്ടോ. ചേച്ചിക്കണോ? എടാ ചേച്ചിയൊക്കെ കിടന്ന ഉറക്ക മോനോട് മൂത്രയിച്ച് കിടക്കാൻ പറഞ്ഞ. അപ്പൊ ഞമ്മളിങ്ങനെ ഇനി നമ്മളെ ഫ്ലൈറ്റ് പറഞ്ഞാൽ 8:30 അപ്പൊ 2.5 മണിക്കൂർ മുന്നേ എത്തുന്നുണ്ട്. ഇപ്പൊ ടൈം പറഞ്ഞാൽ 5:38 എല്ലാ കൊല്ലവും മോനവിടെ നിൽക്കും ഈ ടൈമില്. ഞാൻ ഇവിടെ പോവാണെങ്കിലും എന്താടാ പോണെന്ന് പറയും. ഇയാണോ പോണേ? ആരാ പോണേ? ഞാന് ഒന്നും ഉംറയൊക്കെ ചെയ്ത് സൗദിക്ക്. അപ്പൊ ഞാൻ പറയാം എല്ലാ കൊല്ലം പോകുമ്പോഴും നൗഫലിനെ ഇവിടെ നിന്ന് കാണലുണ്ട് പറയും. അതിവിടെ കൊണ്ടോട്ടിയിൽ ഈ കാണാതെ ചെന്ന് പോയാന്നാല് എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറ്റൂല. ആശുപത്രി മൂത്രയിപ്പിച്ച ചായണോ? നല്ല പുട്ടും ചായ ഉണ്ട് രാവിലെ തന്നെ. നല്ല തള്ളുള്ള സാധനം പറ്റൂല. കാരണം ഞാൻ നേരെ ലോഞ്ച് പോയാൽ അവിടുന്ന് കഴിച്ചു. ബോട്ടിലെത്തി യാത്ര പോവാണ്. ആശയ പോട്ടെ, അടിച്ചു പൊളിച്ചൂലേ? വണ്ടി സർവീസ് ചെയ്യാം ആദ്യം ചെയ്യേണ്ട പരിപാടി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടോ.
എന്താ എൻ്റെ പൂച്ചക്കെട്ട കൊണ്ടാത്ത ഞാൻ പോണ സങ്കടത്തില അല്ലാത്ത മതി ഉസാറ ഇരിക്കടാ ചിരിച്ചടാ ചിരിച്ച് പൊന്നുമാണിക്കല്ലാളെ അങ്ങനെ ഇതാക്കണ നമ്മള് സൗദി അറേബ്യയിലെത്തി. ഇതാണ് ഹജ്ജ് ടെർമിനലാണ്. അപ്പൊ ആരാ കൊണ്ടുവരാൻ വന്നിക്കണെന്നുള്ളത് ചോദിക്കരുത്. എല്ലാ കുറിയും പിന്നെ ജിന്നുണ്ട്. കുപ്പിക്കണ്ടത്തിന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാ കുറിയും കൂടെ ഉണ്ടാവും. യൂൻസ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉണ്ടായില്ല. അപ്പൊ നാട്ടിലിരുന്നു. ഇപ്രാവശ്യം യൂൻസിനെ ഞാൻ പോക്കിക്കണ്. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും പണിയില്ല കേട്ടോ. പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ പണി ഉണ്ടെങ്കിൽ അറിയിക്കേ. എന്ത് കുത്തളെ റാഹത്തായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ജിദ്ദിയിലാണ്. ജിദ്ദിയിൽ നമ്മളെ റൂമൊക്കെ പോയിട്ടില്ല. ഇഞ്ച പയ്യ നാട്ടുകാരുടെ റൂമുണ്ട്, അവിടെ പോയിട്ടില്ല. ഇപ്പം ഉള്ളത് നമ്മളെ മേലാറ്റൂർ യൂണിസിൻ്റെ അടുത്താണ്. യൂണിസ് ഗിന്നസിലൊക്കെ കയറി കേട്ടോ. എങ്ങനെയാടാ ഗിന്നസ് കയറി ചെയ്യും? അത് ലോകത്തിൽ ആരും ചെയ്യാത്ത ഈ 1000ന്റെ തസ്ബീഹ്മാല ഉണ്ടാക്കി ഇതാണ് സംഭവം അല്ലേ? അങ്ങനെ നമ്മളെ സർട്ടിഫിക്കറ്റ് മാഷാ അല്ലാഹ്. അപ്പടാ എനിക്ക് മറ്റേ ഇത് കിട്ടും, ബ്ലൂടിക്ക് കിട്ടും. ഗിന്നസ് കയറി ഓക്കെ പറഞ്ഞുതരാം. സാധനം വന്നിക്കണ് മക്കളെ, സാധനം വന്നിക്കണ്. അൽബൈക്ക് വന്നിക്കണ്. ജിന്നി കൊടുന്നു, ഹംസ കൊടുന്നു, പെപ്സി. ഇത് ഇന്ന് അൽബൈക്ക് മാഷാല്ലാ മാഷാല്ലാ ഒരു കൊല്ലായി ഞാൻ കഴിച്ചു ഈ ഒരു സാധനം. ഇതൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ പല സ്ഥലത്തു കൂടിയും പോക്കുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനത്തെ ഒരു മുതല് ദുനിയാവില് കിട്ടിയിട്ടില്ല. അത് സൗദി അറേബ്യയിൽ തന്നെ. സൗദി അറേബ്യ മാറിയടാ. മറ്റേത് നമ്മളെ മറ്റേ പാക്കറ്റ് ചെയ്യുന്നല്ലോ. നോക്കാണി മക്കളെ, ഇതാണ് അൽബൈക്ക്. എത്ര കൊല്ലായി സൗദി അറേബ്യയിൽ. മാഷാല്ലാ മാഷാല്ലാ. അതല്ല ജസിക്ക് തൊള്ളിയിൽ ഇങ്ങനെ വെള്ളം ഊറിനുണ്ടാവും. ജസിക്ക് റിച്ചൂനും ഓല അടുത്ത മാസം ഇൻഷാല്ലാ. ഇതാണ് 10 ഹദീസ്. അത് ഐറി കാണണ്ട, ഐറിന്റെ സാധനമാണ്. ഐറി ഇവര് നാട്ടിൽ വരുമ്പോ ഇവരോട് മുണ്ടൂല. നേരെ മറിച്ച് ഇവിടെ ആവുമ്പോ എന്താട്ടും ബേറ്റ് ഫുള്ള് കമ്പനിയൊക്കെ ഐറി, ഫുൾ കമ്പനി. ഏതായാലും മക്കളെ ഞങ്ങള് തിന്നല്ല പരിപാടിയാണ്. ഒന്ന് കഴിക്കട്ടെ. മുത്ത് വാടിക്കന്നെ പൂക്കലേ കണ്ടാടാ ഭയങ്കരതാണ്. ഇതാരാ മരിച്ച മരിച്ചിട്ടല്ലേ? അഭിനന്ദനങ്ങളാ, സ്നേഹ ആദരവൊക്കെ കിട്ടിയിട്ടുണ്ട്. മണിക്കല്ലാളെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇതാ നമ്മളെ ഇതല്ല കേട്ടോ റൂമ് വേറെയാണ്. ഇന്നിപ്പോ നമ്മൾ ഏതായാലും യൂസ് കൂടൂല പറഞ്ഞു. യൂസേജ് കൂടുവന്ന് അല്ല ഏതോ മേലാറ്റൂർ സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അനുഭവം പങ്കുവെക്കുവോ? അനുഭവം എന്താ ഞങ്ങൾക്ക് പങ്കുവെക്കണ്ട്. അവിടുത്തെ എന്റെ കുട്ടികൾ ജീവിതം അതിന് ഞങ്ങക്ക് പറയണ്ടല്ലേ? അത് പറയണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനൊക്കെ പോയി. പിന്നെ ജിന്നുണ്ട് ഇവിടെ. ജിന്നെ വാവടാ. ജിന്ന് പറക്കണ് മൊത്തം സ്ഥലത്ത്. ജിന്നെ നമ്മളെ യൂട്യൂബിൽ എന്തൊക്കെ പറയട്ടെ. ഒരുപാട് സന്തോഷം. ഇന്ന കണ്ട തള്ളി മറിച്ചണ്ട മതി. കാര്യം പറഞ്ഞു വല്ലാത്ത ജീവൻ വെച്ചു. സൗദിക്ക് ജീവൻ വെച്ചു. റീച്ചിലേറപ്പോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വന്നാണ് നിങ്ങള്. അത് സത്യം. കുഞ്ഞാ വീണ്ടും ഹൗസ് ഡ്രൈവർ ആയിട്ട് വന്നു. അത് വരും. കുഞ്ഞാന് പൊന്നൂർക്ക് തരാന്നോ. ഞാൻ കുട്ടികളെ പിരിക്കാൻ വെച്ചിട്ടാ കടക്കുമ്പോ ഐറിഞ്ച് തന്നെ തോണം. ഞങ്ങൾക്കൊക്കെ വേണം, പക്ഷെ ഞങ്ങൾക്ക് ഇല്ല. അതുണ്ടാവൂല. അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം എല്ലാവർക്കും പിന്നെ മക്കള് വേണം, ഭാര്യമാര് വേണം തന്നെയാണ് എല്ലാ പ്രവാസികളെയും ആഗ്രഹം. അല്ലടാ, ഞാൻ പോന്നപ്പോ കുഴപ്പമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി ഒരു കുഴപ്പമില്ലാതെ പോന്നതാണ് ഞാൻ. ചൈനയുടെ സങ്കടം ഞാൻ പറഞ്ഞ ഞാൻ ഇപ്പൊ പോകുമ്പോ കാരണം എനിക്ക് ഭയങ്കര
ആ റിച്ചു അതോ യൂസുഫ് അലി വരെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മടുത്ത കുട്ടിയാണ്. എവിടെയാടാ മോൻ എവിടെയാന്ന് വെച്ചാൽ യൂസുഫ് അലിക്ക. ആ ഒരു ഭാഗ്യം ഞമ്മക്കല്ലാതെ വേറെ ആർക്കാ കിട്ടിയത്? യൂട്യൂബർമാരില് ആർക്കും കിട്ടിയിട്ടില്ല. അത് ഞമ്മക്ക് തന്നെ കിട്ടിയത്. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് ഉംറ ചെയ്യണം, അതേപോലെ മദീന പോകണം, ഒരുപാട് പരിപാടിയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനിയുള്ള യാത്രകളിൽ എന്റെ കൂടെ ജിന്ന്, അതേപോലെ കുപ്പിക്കണ്ട ഹംസ, യൂൻസ് എല്ലാരും ഉണ്ടാവൂലേ? എന്തൊക്കെ വയറിനിജമാണല്ലോ മണല് വരാനൊക്കെ. പിന്നെ ആട് ജീവിതത്തിൽ ആട്ടും കാട്ടും അല്ല ആടുകൾ ഇപ്പോഴും ഉണ്ടടാ, ഫാമിലി പെട്ട ആടുകൾ ഉണ്ടോ? അത് നമുക്ക് പോവാം, അതിന്റെ കുട്ടികൾ അവിടെ പോവാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യണം. എല്ലാ മാണിക്കക്കല്ലാടും പുകലാടും എന്നും സ്നേഹമന്ത്രം. അസ്സലാമു അലൈക്കും. പൊന്നരച്ച മാണിക്കക്കല്ലാണ്.